السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وأرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه وجعلنا ممن يستمعون القول فيتبعون أحسنه وأدخلنا برحمتك في عبادك الصالحين. إخواني في الله، أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. أمن جعل الأرض قرارا وجعل خلالها أنهارا وجعل لها رواسي وجعل بين البحرين حاجزا أإله مع الله بل أكثرهم لا يعلمون. സഹോദരി സഹോദരന്മാരെ, വിഷയം വിശുദ്ധ ഖുർആനിലെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ. വലിയ വിഷയമാണ്. 5, 10, 20 മിനിറ്റ് കൊണ്ടൊന്നും ഒതുക്കാൻ സാധിക്കാത്ത വിഷയമാണ്. അതിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിലൂടെ, ഒരു ചെരുവിലൂടെ നമുക്ക് കടന്നു പോകാൻ മാത്രമാണ് ഈ സമയത്ത് സാധിക്കുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 തരം ദൃഷ്ടാന്തങ്ങളെപ്പറ്റി, ആയത്തുകളെപ്പറ്റി വിവരിക്കുന്നുണ്ട്. അതിൽ ഒന്ന് ആയാത്തുൻ കൗനിയ, പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ. ആയാത്തുൻ തക്വീനിയ, രൂപീകരണ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവർത്തനം എന്നർത്ഥം, അഫ്ആലുകൾ. മറ്റൊന്ന് ആയാത്തുൻ ഖുർആനിയ, അഥവാ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ. ഇവിടെ സഹോദരന്മാരെ, ഒരു മുസ്ലിമായി ജീവിക്കാൻ എന്തിനാണ് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ പറ്റിയൊക്കെ വിശുദ്ധ ഖുർആൻ ഇത്രയധികം പറയുന്നത്? ഏകദേശം 1300-ലധികം, അല്ലെങ്കിൽ 1300-ഓളം, എണ്ണത്തിൽ അല്പമൊക്കെ വ്യത്യാസം പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും 1300-ഓളം ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ പ്രാപഞ്ചിക ദൃഷ്ടാന്തത്തെ സംബന്ധിച്ച് വിവരിക്കുന്നുണ്ട്. എന്തിനാണ് പ്രാപഞ്ചിക ദൃഷ്ടാന്തത്തെപ്പറ്റി വിവരിക്കുന്നത്? ആ പ്രാപഞ്ചിക ദൃഷ്ടാന്തത്തെപ്പറ്റി നാം കാണുമ്പോൾ നമ്മുടെ ചിന്ത, നമ്മുടെ അഖിൽ പ്രവർത്തിക്കും. നിങ്ങൾക്കറിയാമല്ലോ ഒരു അറാബിയുടെ കഥ. ആ അറാബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്കൂളിലോ യൂണിവേഴ്സിറ്റിയിലോ പാഠശാലകളിലൊന്നും പോയിട്ടില്ല. മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ഒരു ദിവസം ഒരു മരത്തണലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അറാബിയുടെ വാഹനമായ ഒട്ടകം ആ മരത്തണലിൽ കാട്ടിക്കുകയും മൂത്രിക്കുകയും ഒക്കെ ചെയ്തു. ഇത് അറാബി ഒരിക്കൽ കാണാനിടയായി. അങ്ങനെ ആ ഒട്ടകം കാട്ടിച്ച കാഷ്ടവും ആ ഒട്ടകം മരുഭൂമിയിലൂടെ നടന്നു വന്ന ആ കാൽപാദങ്ങൾ പതിഞ്ഞ ആസാറുകളുമൊക്കെ കണ്ടു. കുറേ അങ്ങ് ദൂരെ നോക്കിയപ്പോൾ എത്തും പിടിയും കിട്ടാത്ത ഒരു വലിയ കടലും സമുദ്രവുമൊക്കെ കാണുക. ആ സ്കൂളിൽ പോവാത്ത അറാബി ചിന്തിക്കുകയാണ്, ഈ ഒട്ടകത്തിൻ്റെ കാഷ്ടം ഒരൊട്ടകമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു, അത് വഴി കാണിച്ചു തരുന്നുണ്ട്. ഈ ഒട്ടകത്തിൻ്റെ പാടുകൾ ഇതിലൂടെ ആരോ സഞ്ചരിച്ചിട്ടുണ്ട്, ഒരു സഞ്ചാരിയുണ്ട്, ഒരൊട്ടകം ഇതിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിൽ സഹോദരന്മാരെ, മുകളിലേക്ക് നോക്കുമ്പോൾ പ്രാപഞ്ചിക ദൃഷ്ടാന്തമായ കണ്ണെത്താ ദൂരത്തുള്ള ആകാശങ്ങളും താഴോട്ട് നോക്കുമ്പോൾ
ആ ഭൂമിയുമൊക്കെ കാണുമ്പോൾ, ആ ഭൂമിയിൽ ഒരുപാട് കടലുകളും ആറുകളും സമുദ്രങ്ങളുമൊക്കെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിനെയൊക്കെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നതല്ലേ അത് സൂചന നൽകുന്നത് എന്ന് അറാബി സ്കൂൾ പോവാത്ത അറാബി ചിന്തിക്കുകയാണ്. സഹോദരന്മാരെ, ഈ അറാബിയുടെ ചിന്ത പോലും നമുക്കിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്താ കാരണം? നമുക്ക് ആധുനിക ടെക്നിക്കൽ ആയ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും വർദ്ധിച്ചതോടുകൂടി ഒരു കാര്യം നാം ബുദ്ധി ഉപയോഗിച്ചൊന്നും ചെയ്യുന്നില്ല. എല്ലാം നമ്മുടെ കൈക്ക് മുമ്പിലുള്ള ആ ടെലിഫോണിൽ തോണ്ടുക, അല്ലേ? അല്ലെങ്കിൽ AI കണ്ടുപിടിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്പുകൾ അത് നമുക്ക് പറഞ്ഞു തരും. നമ്മുടെ ബുദ്ധി പ്രവർത്തിച്ചിട്ടൊരു സാധനം ഇന്ന് നമ്മൾ കണ്ടെത്താത്ത ആ രൂപത്തിലായിരിക്കുന്നു മനുഷ്യൻ്റെ ബുദ്ധി മരവിപ്പിച്ച് പോവുകയാണ് ഇന്ന് നടക്കുന്നത്. ആലോചിക്കൂ, യഥാർത്ഥത്തിൽ ഖുർആൻ എതിരാണ്. വിശുദ്ധ ഖുർആൻ ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചൊക്കെ വിവരിച്ചിട്ടുള്ളത് എന്തിനാണ്? ബുദ്ധി പ്രവർത്തിക്കാനാണ്. അങ്ങനെ ബുദ്ധി പ്രവർത്തിക്കുമ്പോഴാണ്, യഥാർത്ഥത്തിൽ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുക. ഏറ്റവും ഷോർട്ടായ രൂപത്തിൽ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് റബ്ബിനെ കണ്ടെത്താൻ ഏറ്റവും ഷോർട്ടായ രീതി പ്രാപഞ്ചിക ദൃഷ്ടാന്തത്തെപ്പറ്റി ചിന്തിക്കൽ തന്നെയാണ്, അല്ലേ? ഇന്ന് ലോകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 24.2 ഏകദേശം 24% ആളുകൾ, 24-ൻ്റെയും 25-ൻ്റെയും ഇടയിലുള്ള ശതമാനം ആളുകൾ ദൈവമില്ല, മതമില്ല എന്ന് വാദിക്കുന്ന വിഭാഗം മാത്രമാണ്. 24 മുതൽ 26 വരെയാണ് മുസ്ലിങ്ങൾ ലോകത്തുള്ളത് പോപ്പുലേഷൻ, അല്ലേ? ബാക്കിയുള്ള ഈ 74 ഭാഗം, ഈ 24, 25, 26 കഴിഞ്ഞാൽ ബാക്കി 75% അമുസ്ലിങ്ങളാണ്. ഈ 24 ഇവർ അന്യത്തിന് യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട്. 6, 7, 8, 10% വരുന്ന ചില വ്യത്യാസങ്ങളുണ്ട്, അല്ലേ? ആ ശതമാനം അള്ളാഹു ഇല്ല, ദൈവമില്ല എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ വുജൂദിനെ, അസ്തിത്വത്തെ തന്നെ നിഷേധിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ലോകത്തുനിന്ന് വളർന്നു വരുന്നുണ്ട്. നേരത്തെ ഉള്ളതിനേക്കാൾ അവർ വളർന്നു വരികയാണ്. ഇവിടെയാണ് പ്രാപഞ്ചിക ദൃഷ്ടാന്തം, വിശുദ്ധ ഖുർആനിൽ പ്രാപഞ്ചിക ദൃഷ്ടാന്തത്തെപ്പറ്റി 1300 ആയത്തോളം വിവരിച്ചതിലുള്ള അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഹുക്കുമുകളോ ഇങ്ങനെ ഒന്നുണ്ടാക്കണം, ഇങ്ങനെ നമസ്കരിക്കണം, എന്ത് നമസ്കാരം? അള്ളല്ലാന്ന് പറഞ്ഞിട്ട് എന്ത് നമസ്കാരം? അഹ്കാമുകൾക്കല്ല അവിടെ പ്രാധാന്യം, മറിച്ച് അവന് ദൈവത്തെപ്പറ്റി, അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കി കൊടുക്കലാണ്. ആ മനസ്സിലാക്കാനുള്ള ഒരേ ഒരു മാർഗമാണ് അവൻ ജീവിക്കുന്ന പ്രാപഞ്ചിക ദൃഷ്ടാന്തം. ആ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ അള്ളാഹു അല്ലാത്തതൊക്കെ പ്രപഞ്ച. ആ പ്രപഞ്ചത്തിലെ ഒരു ദൃഷ്ടാന്തമാണ് ഞാനും നിങ്ങളുമൊക്കെ, അല്ലേ? മനുഷ്യർ, നാം ജീവിക്കുന്ന ഈ ഭൂമി. ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ. പിന്നെ നാം ജീവിക്കുന്ന ഈ ഭൂമിയെപ്പറ്റി തന്നെ ചിന്തിച്ചാൽ, റഹ്മാനായ റബ്ബിനെ കൺമുമ്പിൽ കാണുന്നത് പോലെ ആ റബ്ബിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്താൽ നമുക്കൊരിക്കലും എണീറ്റ് പോരാൻ സാധിക്കാത്ത രൂപത്തിൽ ആ റബ്ബിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ആലോചിച്ചു, നാം ജീവിക്കുന്ന ഈ ഭൂഗോളം, അല്ലേ? ഈ ഭൂമി അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അറിയാത്തവരാരുമില്ല. എല്ലാവർക്കും അറിയാമത് കറങ്ങുന്നുണ്ട്. ആലോചിക്കുമ്പോൾ ഒരു മണിക്കൂറിൽ ആ ഭൂമി അതിൻ്റെ സ്വയം മച്ചുതണ്ടിൽ 1670 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ അത് കറങ്ങുന്നുണ്ട്. എന്നാൽ അതേ ഭൂമി തന്നെ സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്. ഒരു മണിക്കൂറിൽ 1,07,000 കിലോമീറ്റർ. ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടായേക്കാം, മനുഷ്യർ കണ്ടുപിടിക്കണാണല്ലോ, അതുകൊണ്ട് വ്യത്യാസം ഉണ്ടായേക്കാം, അല്ലാഹു ആലം. ഏതായാലും ഇത്ര കിലോമീറ്റർ, അത്ര ഒരു മണിക്കൂറിൽ ഇത്ര 1670 കിലോമീറ്റർ അതിൻ്റെ സ്വയം അച്ചുതണ്ടിൽ കറങ്ങണമെങ്കിൽ നാം ജീവിക്കുന്ന ഈ ഭൂമിയിലെ നാം ഉപയോഗിക്കുന്ന വാഹനം എത്ര കിലോമീറ്ററാണ് സഹോദരന്മാരെ സാധാരണ നിലയിൽ ഓടുന്നത്? നമ്മുടെ കാറ് 100, 120, 150, 200 തന്നെ കൂട്ടുക. അതിൻ്റെ പരിധി വിട്ടാൽ കറങ്ങിയാൽ എന്താ ഉണ്ടാവുക?
നമ്മളൊക്കെ ആ വാഹനത്തിലിരിക്കുന്ന നമ്മളെ പിന്നെ കാണൂല, തെറിച്ച് തരിപ്പണമായിട്ടുണ്ടാവും അല്ലേ? ഓവർ സ്പീഡ് പോയിട്ടുണ്ടെങ്കിൽ നാം കാണുന്ന കാഴ്ചയാണ്. ഒരു വിമാനം അതതിന് വെച്ചിട്ടുള്ള പരിധിയിലപ്പുറം സഞ്ചരിച്ചാൽ എന്താ ഉണ്ടാവുക? ആലോചിച്ച് നോക്കൂ. ഏകദേശം ഒരു വിമാനം 735, 40, 800, 1000 ഇങ്ങനെ പരിധികളാണ്. ആ പരിധി വിട്ടാൽ എന്താ ഉണ്ടാവുക? അവിടെയും അപകടം ഉണ്ടാവും. ആലോചിച്ച് നോക്കൂ. അതിനേക്കാളൊക്കെ സ്പീഡിലാണ് ഒരു മണിക്കൂറിൽ ആ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് ഞാനും നിങ്ങളും പിന്നെ തെറിച്ചു വീഴുന്നില്ല? ഇത്ര സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു ഭൂമുഖത്താണല്ലോ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എത്ര സ്വസ്ഥതയോടു കൂടിയാണ്, എത്ര നിർഭയത്വത്തോടു കൂടിയാണ് ഞാനും നിങ്ങളും ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമിക്കകത്ത് പിന്നെ അതിൻ്റെ ഉപരിതലത്തിൽ ഞാനും നിങ്ങളും താമസിക്കുന്നത്. അത്ഭുതമല്ലേ സഹോദരന്മാരെ? എന്തുകൊണ്ടാണ് നമ്മൾ തെറിച്ചു വീഴാത്തത്? അതാണ് ആ ഭൂമിയുടെ ഗുരുത്വാകർഷണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രയോഗം നോക്കൂ. അമ്മൻ ജഅലൽ അർള ഖറാറ. ആ ഒരൊറ്റ വാക്ക് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, ഭൂമിയുടെ ആ ഗുരുത്വാകർഷണം എന്ന ആ കാര്യത്തെപ്പറ്റി മാത്രം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മഹാ അത്ഭുതമാണ് അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ആലോചിച്ചു നിങ്ങൾ, ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി അടിയിൽ അതിങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്ന, പെടഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഭൂമി അതിൻ്റെ ഉപരിതലം, അതിൻ്റെ മധ്യഭാഗം മെൻറ്റിൽ എന്ന് പറയുന്ന ഒരു ഭാഗം, അതേപോലെ അതിൻ്റെ ഉപരിതല ഭാഗം, അങ്ങേ താഴോട്ട് കോർ എന്ന് പറയുന്ന അതിൻ്റെ കേന്ദ്രം അല്ലേ? ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ക്രസ്റ്റ് എന്ന് പറയുന്ന ആ 3 ഭാഗങ്ങൾ, ഈ ഭാഗത്തെ പറ്റിയൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏകദേശം 5 കിലോമീറ്റർ, അതിൻ്റെ ഈ ഭാഗം മുതൽ 70 കിലോമീറ്റർ വരെയുള്ളതാണ് അതിൻ്റെ ഉപരിതലം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ആ 70 മുതൽ 2900 കിലോമീറ്റർ വരെയുള്ളതാണ് മെൻറ്റിൽ എന്ന് പറയുന്നത്. അതിൻ്റെയും താഴെ ആണ് ബാക്കി ഭാഗങ്ങളൊക്കെ. ആലോചിച്ച് നോക്കൂ. ഈ ഉപരിതലത്തിലാണ്, ഈ 70 കിലോമീറ്റർ ആഴത്തിലുള്ള ഈ പരിധിയിലാണ് യഥാർത്ഥത്തിൽ നാം വീട് വെക്കുന്നതും നാം പിന്നെ ഇവിടെ വലിയ വീടുകളും അതേപോലെ എല്ലാം നിർമ്മിക്കുന്നത്, വെള്ളം കോരുന്നതും കിണർ കുഴിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ഈ 70 കിലോമീറ്റർ പരിധിയിൽ വെച്ചിട്ടാണ്. അതിലപ്പുറത്തേക്ക് ഒരു കുഴൽ കിണറിനും പോകാൻ സാധ്യമല്ല. ആലോചിക്കും, മഹാ അത്ഭുതമാണ്. പോയാൽ എന്താ? അതിശക്തമായ ചൂടാണ് മെൻറ്റിൽ എന്ന് പറയുന്ന ഭാഗത്ത്. ആ ഭാഗത്ത് എത്ര? 5000 മുതൽ 6000 ഡിഗ്രി വരെയുള്ള അതിശക്തമായ ചൂട്. ആ ചൂട് കൊണ്ട് പാറകൾ ഇങ്ങനെ ഉരുകി വരികയാണ്. ആ ഉരുകി വന്ന് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ ഭൂമിയുടെ പുറം ഭാഗം കുറേ പ്ലേറ്റുകളാണ്, നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് പ്ലേറ്റുകളാണ് അല്ലേ? ഈ പ്ലേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുമ്പോഴാണ് അതിശക്തമായ ചൂട് ഇങ്ങോട്ട് പുറത്തു വരുമ്പോൾ അത് തെന്നുകയോ തെറ്റുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ വലിയ ഭൂമി കുലുക്കമൊക്കെ ഉണ്ടാകുന്നത്. ആലോചിക്കൂ. അമ്മൻ ജഅലൽ അർള ഖറാറ. വിശുദ്ധ ഖുർആനിൻ്റെ ആ ഒരൊറ്റ പോയിന്റ്, ആ തുടക്കം, അത് മാത്രം ചിന്തിച്ചാൽ പടച്ചോനെ നിന്റെ മുമ്പിൽ ഞാൻ സുജൂദ് ചെയ്താൽ നമുക്ക് എണീക്കാൻ സാധിക്കൂല സഹോദരന്മാർ. ആലോചിക്കൂ അല്ലേ? അപ്പം അത്ര ചൂടുള്ള വലിയ വലിയ പാറകളൊക്കെ ഉരുകി വരുന്ന രൂപത്തിലുള്ള അതിശക്തമായ ചൂടിന് മുകളിലുള്ള ഈ ഭൂമുഖത്താണ് ഞാനും നിങ്ങളും താമസിക്കുന്നത്. ആലോചിക്കൂ സഹോദരന്മാർ. ഇങ്ങനെയുള്ള ഇനി ആലോചിക്കൂ, ഭൂമി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളോട്ടുള്ള ഒരു ഭാഗമുണ്ട്, വായുമണ്ഡലം അല്ലേ? മുകളിലോട്ട് നോക്കുമ്പോൾ ഒരു വായുമണ്ഡലമുണ്ട്. ആ വായുമണ്ഡലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി എന്തൊക്കെയാണ് നിക്ഷേപിച്ചു വെച്ചിട്ടുള്ളത്? മഹാത്ഭുതമല്ലേ അത്? തബഖത്തുൽ ഹവാ എന്ന് പറയും. ആ വായുമണ്ഡലത്തിൻ്റെ പിന്നെ ഓരോരോ സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകളിലൊക്കെ അങ്ങ് പിന്നെ മുകളിലോട്ട് പോയാൽ പിന്നെ ആ വായുവീതി നമുക്ക് കാണാൻ പിന്നെ നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ടാണല്ലോ ആദ്യം ബഹിരാകാശ യാത്ര നടത്തിയ ഒരു സഞ്ചാരിയുണ്ട്, അതിനൊരു പേടകവുമൊക്കെ ഉണ്ട്. അവർ വിളിച്ചു പറയുന്ന കുറേ അങ്ങോട്ടെത്തിയപ്പോൾ, ആദ്യം ബഹിരാകാശത്തെ യാത്ര നടത്തി കുറേ അങ്ങോട്ടെത്തിയപ്പോൾ അവർ വിളിച്ചു പറയുന്നൊരു വാക്കുണ്ട്, ഓ ഞങ്ങൾക്ക് കണ്ണ് കാണുന്നില്ല, ഞങ്ങളൊക്കെ അന്ധരായി. എന്താ കാരണം? അവർക്കറിയില്ല. കുറേ അങ്ങോട്ടെത്തിയപ്പോൾ വായുവില്ല, വായു കുറഞ്ഞു വരുന്നു അല്ലേ? നോക്കി നിങ്ങൾ, വിശുദ്ധ ഖുർആൻ
1400 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സംഗതി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഖുർആനിൽ. വലൗ ഫതഹ്ന അലൈഹിം ബാബം മിനസ് സമായി ഫളല്ലു ഫീഹി യഅർജൂൻ ലഖാലു ഇന്നമാ സുക്കിറത് അബ്സാറുനാ ബൽ നഹ്നു ഖൗമും മസ്ഹൂറൂൻ. അല്ലാഹ് പറയാ, അവിശ്വാസികൾ അവർക്ക് എത്രമാത്രം ദൃഷ്ടാന്തം നൽകിയാലും, അവർക്ക് ആകാശത്തിലേക്കുള്ള ഒരു ഗേറ്റ് അങ്ങോട്ട് തുറന്നു കൊടുത്താലും, എന്നിട്ട് ആ ഗേറ്റിലൂടെ ആകാശത്തിലേക്ക് അവർ കയറിപ്പോയി കൊണ്ടിരുന്നാലും, ഒരിക്കലല്ല പലതവണ അവർ കയറിപ്പോയി കൊണ്ടിരുന്നാലും, ലക്കാലു ആ അവിശ്വാസികൾ പറയും, ഇന്നമാ സുക്കിറത്ത് അബ്സാറുന, ഇന്നമാ സുക്കിറത്ത് അബ്സാറുന, ഞങ്ങളുടെ കണ്ണുകൾക്ക് ലഹരി ബാധിച്ചതാണ്, മത്ത് ബാധിച്ചതാണ് എന്നവർ പറയും എന്ന. ബൽ മാത്രല്ല, അവരിങ്ങനെയും പറയും, ബൽ നഹ്നു ഖൗമും മസ്ഹൂറുൻ, ആരോ മാരണം ചെയ്ത ഒരു ജനവിഭാഗമാണ്, ഞങ്ങൾക്കാരോ സിഹിർ ചെയ്തതാണ്, ആ സിഹിറേറ്റതാണ് ഞങ്ങൾ എന്ന് ആ വിശ്വാസികൾ പറയുന്ന. ആലോചിച്ചു, വിശുദ്ധ ഖുർആൻ എത്ര വർഷം മുമ്പാണ് വായു വീതി അതങ്ങ് കടന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവില്ല? വായു ഉണ്ടാവില്ല, കാണാൻ പറ്റൂല അല്ലേ? വായുള്ളടുത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ, അല്ലാത്ത സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റുമോ? വെളിച്ചം ഉണ്ടാവില്ല. ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ. അപ്പോൾ ഇത് നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി നമ്മൾ താമസിക്കുന്ന നമ്മുടെയൊക്കെ മുകളിലുള്ള ആ വായുമണ്ഡലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആദ്യത്തെ സ്റ്റെപ്പ്, അതിന് ടോപ്പോസ്ഫിയർ എന്നാണ് പറയുന്നത് തോന്നും. ആ ഭാഗത്ത് മാത്രമാണ് 75% നമുക്ക് ശ്വസിക്കാനുള്ള വായു. ആ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വായുവിൻ്റെ ഇത് കുറഞ്ഞു വരികയാണ്. അവസാനത്തേതായ എക്സ്പോസ്ഫിയർ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെന്താ? വായു തീരെ ഉണ്ടാവില്ല, പിന്നെ ബഹിരാകാശമായി അല്ലേ? ഈ ആദ്യത്തെ സ്റ്റെപ്പിലാണ് നാം കാണുന്ന മഴ, അതേപോലെ മേഘങ്ങൾ, കാറ്റുകൾ, കാലാവസ്ഥകൾ. പിന്നെ സംഭവിക്കുന്നതാ നമ്മൾ ജീവിക്കുന്ന, നമ്മളുമായി ബന്ധപ്പെട്ട ഈ ഒരു മേഖല, ഈ ടോപ്പോസ്ഫിയർ എന്ന് പറയുന്ന ആ ഭാഗം മാത്രമാണ്. അത് ഏകദേശം ആ ഭൗതികന്മാർ കണക്കാക്കുന്നത് ആ ഭൂമിയിൽ നിന്ന് 12 കിലോമീറ്റർ എന്നതാണ് അവരതിന്. എന്നാൽ പിന്നെ സ്ട്രോസോഫിയർ എന്ന് പറയുന്ന ആ ഭാഗത്താണ് യഥാർത്ഥത്തിൽ എന്തുള്ളത്? ഓസോൺ പാളികൾ, നമ്മുടെ ആ സൂര്യനിൽ ലഭിക്കുന്ന അൾട്രാ വയലറ്റ് രശ്മികളുടെ ഉപദ്രവങ്ങളൊക്കെ തടുക്കാൻ വേണ്ടി, അതിൻ്റെ കെടുതികളെ തടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള ഒരു സംവിധാനം അതിൻ്റെ 2ാമത്തെ സ്റ്റെപ്പിലാണ്. 3ാമത്തെ സ്റ്റെപ്പിലാണ് ബഹിരാകാശത്തുനിന്ന് വരുന്ന ഒരുപാട് ഉൽക്കകളൊക്കെ ഉണ്ട്. ആ ഉൽക്കകളെയൊക്കെ നശിപ്പിക്കുന്നത് ഈ 3ാമത്തെ പിന്നെ മോസോസ്ഫിയർ എന്ന് പറയുന്ന ആ ഭാഗത്താണ്. ഇങ്ങനെ ഒരുപാട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നമുക്ക് അല്ലാഹു സംവിധാനിച്ച് തന്നിട്ടുള്ള ആ പിന്നെ വായുമണ്ഡലത്തെ സംബന്ധിച്ച് തന്നെ ചിന്തിക്കുമ്പോൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, മഹാ അത്ഭുതങ്ങളാണ്. ഇനി നാം ശ്രദ്ധിക്കുന്ന ഈ വായുമണ്ഡലം, ആ വായുമണ്ഡലത്തിൽ എന്താ സഹോദരന്മാരെ അടങ്ങിയിട്ടുള്ളത്? എന്താ അതിലുള്ളത്? 78% നൈട്രജനാണ് അല്ലേ? ഏകദേശം 21% മാത്രമാണ്, 21 24 എൻ്റെ ഓർമ്മശക്തി തെറ്റിയെന്ന് എനിക്കറിയില്ല. ഏതായാലും 20 ചില്ലാനും 21 24% മാത്രമാണ് ഓക്സിജൻ. 0.04% ഏതുള്ളത്? ആ പിന്നെ ഹൈഡ്രജൻ അത് ഉള്ളത്. ഇവിടെ നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം, എന്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭൂമിയോടടുത്തുള്ള ഈ ഭാഗത്ത് ആ വായുമണ്ഡലത്തിൽ 78% നൈട്രജൻ കൊണ്ടുപോയി നിറച്ചത്? അവിടെ എന്തേ 21% ഓക്സിജൻ വെച്ചത്? ആ നൈട്രജൻ അല്ലാഹു തആല ഒഴിവാക്കിയാൽ എന്താ ഉണ്ടാവും അവിടെ? ആ ഡെക്കി ഓക്സിജൻ തൂത്തുവാരും അല്ലേ? എല്ലാം ഓക്സിജൻ, 100% ഓക്സിജനാണ് ആ വായുമണ്ഡലത്തിലുണ്ട്. എങ്കിൽ എന്താ, ഞാൻ ഈ പറയുന്ന വാക്ക് പോലും ഒരു സ്പാർക്കായി ഇവിടെ തീ കത്തിപ്പിടിക്കും. ഈ പള്ളിയിൽ നമുക്കിരിക്കാൻ സാധ്യമല്ല, ഈ പള്ളി ഉണ്ടാവില്ല, ഈ നമ്മുടെ വീടുകൾ ഉണ്ടാവില്ല, ഭൂമിയിൽ സസ്യജാലങ്ങൾ ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. ജീവിതം അസഖ്യമാണ്. 100% ഓക്സിജനായി, നൈട്രജൻ ഇല്ലെങ്കിൽ. അപ്പം അള്ളാഹുവിൻ്റെ ആ ഒരു അനുഗ്രഹത്തെ പറ്റി അല്ലേ? ഒരു അനുഗ്രഹത്തിൻ്റെ, ഭൂമി എന്ന അനുഗ്രഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു കോടാനുകോടി അനുഗ്രഹങ്ങളെ ഒരൊറ്റ ഒരു ഭാഗം ചിന്തിക്കുമ്പോൾ തന്നെ റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ നാം സുജൂദ് ചെയ്യേണ്ടി വരും. ആലോചിച്ച് നോക്കൂ സഹോദരന്മാർ അല്ലേ?
അപ്പോൾ വളരെ അത്ഭുതമാണ്. അങ്ങനെ ഒരു പിന്നെ നൈട്രജനോ പിന്നെ ഓക്സിജനോ ഒക്കെ മാറി വന്നാലുള്ളാവുന്ന ആ മാറ്റം അല്ലേ, മഹാ അത്ഭുതമാണ് സഹോദരന്മാരെ നാം താമസിക്കുന്ന ഈ ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയോ നമ്മളിങ്ങനെ ആ ഭൂമി കറങ്ങുന്നുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ കറക്കത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ പിന്നെ നിന്നോർത്ത് തന്നെ ഇങ്ങനെ നിൽക്കണമെന്ന് നമുക്ക് തോന്നുന്നത്? എന്താ, അതൊരു അത്ഭുതമല്ലേ സഹോദരന്മാർ? മഹാത്ഭുതമല്ലേ? യഥാർത്ഥത്തിൽ ചെറിയ കുട്ടികളൊക്കെ ചോദിക്കും, ഭൂമി കറങ്ങണമെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ തിരിയണില്ല എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും ഒക്കെ ഒരു ചിന്ത വന്നിട്ടുണ്ടാവും. ഒരു ഉദാഹരണം, നമ്മൾ നല്ല ഒരു വിമാനത്തിൽ കയറിയിരുന്ന് അത് സഞ്ചരിക്കുകയാണെങ്കിൽ അതിന് വല്ല ഇളക്കോ അല്ലെങ്കിൽ ഒരു മെട്രോ ട്രെയിനിൽ നമ്മൾ കയറിയാൽ നമ്മൾ പുറത്തേക്ക് നോക്കിയിട്ടില്ലെങ്കിൽ അത് പോകുന്നുണ്ടോ ഇല്ലയോ നമുക്കറിയോ? യഥാർത്ഥത്തിൽ എത്രയോ സ്പീഡിലാണ് അത് സഞ്ചരിക്കുന്നത്, നമ്മൾക്ക് അനുഭവപ്പെടുന്നില്ല. എന്താ അനുഭവപ്പെടുന്നില്ല? കാരണം അത് ഒരേ രൂപത്തിലാണ് സഞ്ചരിക്കുന്നത്, ഒരേ സ്പീഡിലാണ്. എന്നാൽ അതെങ്ങാനും സഡൻ ബ്രേക്ക് ഇട്ടാലോ നമുക്കറിയാനും പറ്റും. ആലോചിച്ചു സഹോദരന്മാർ അല്ലേ? എപ്പോഴും ഭൂമി എങ്ങാനും ഇടയ്ക്കിടയ്ക്ക് ചെറിയ സഡൻ ബ്രേക്ക് പിടിക്കും. അതാണ് ഭൂമി കുലുക്കം എന്നൊക്കെ പറയുന്നത്, പ്രകൃതി ദുരന്തങ്ങളൊക്കെ പറയും. എന്തിനാ പടച്ചോൻ അങ്ങനെ സഡൻ ബ്രേക്ക് പിടിക്കുന്ന ഇടയ്ക്ക് അല്ലേ? ഫ്ലൈറ്റുകൾ തമ്മിൽ പിന്നെ കൂട്ടിമുട്ടും ചിലപ്പോൾ അല്ലേ? ആ ഭൂമിയുടെ ഒരുപാട് ഭാഗങ്ങളാക്കിയിട്ടുണ്ട്, അത് ചിലപ്പോൾ കൂട്ടിവിടും. അതിൻ്റെ ഇടയിൽ കൂടെ ചിലപ്പം പാറകൾ ഉരുകി വലിയ മലകളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ സമുദ്രനിരപ്പ് ഉയരും. ഇതൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. ഇതെന്തിനാ അള്ളാഹു തആല കാണിച്ചു തരുന്നത്? എന്തിനാ നമുക്ക് കാണിച്ചു തരുന്നത്? ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നതിലുള്ള പിന്നിലുള്ള ഇതൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ആ സൃഷ്ടാവായ അള്ളാഹു പറയാണ്, ഇവിടെ താൽക്കാലികമായ ജീവിതം മാത്രമാണ് നിങ്ങൾക്കുള്ളത്, താൽക്കാലികമായ ജീവിതം മാത്രമാണ്. ഈ ജീവിതത്തിനപ്പുറം മറ്റൊരു ജീവിതം നിങ്ങൾക്ക് വരാനുണ്ട്, അവിടെയാണ് യഥാർത്ഥത്തിൽ നാം ജീവിക്കേണ്ടത് എന്ന കാര്യമാണ് വിശുദ്ധ ഖുർആൻ ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തം പറഞ്ഞ് നമ്മെ പഠിപ്പിക്കണം. അല്ലാഹ് ഉണ്ട് എന്നും അള്ളാഹുവിൻ്റെ ഉണ്മയിലുള്ള ആ വുജൂദിലുള്ള അതിശക്തമായ യഖീനായ ആ വിശ്വാസം കൂട്ടിയുറപ്പിക്കാനാണ് ഈ പ്രാപഞ്ചിക ദൃഷ്ടം. ആ വിശ്വാസത്തോടു കൂടി ആ വിശ്വാസം നമുക്കുണ്ടാകുമ്പോൾ, ആ അള്ളാഹുവിലുള്ള വിശ്വാസം ഉണ്ടാകുമ്പോൾ ആ അള്ളാഹ് പറഞ്ഞ കാര്യമാണ് ഈ ജീവിതം താൽക്കാലികമാണ്. ദുനിയാവിലെ ജീവിതം താൽക്കാലികമാണ്, മുഅക്കത്താണ്. യഥാർത്ഥ ജീവിതം വരാനുള്ളത് പരലോകത്ത് വെച്ചിട്ടാണ്. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെപ്പറ്റി പറഞ്ഞെടുത്തൊക്കെ നോക്കി നിങ്ങൾ, ഇങ്ങനെയുള്ള പ്രയോഗം കാണാം. എന്താണ് അതിൻ്റെ ഒരു ഭാഷാ ഭംഗിയാണ്. നിങ്ങളൊന്ന് നോക്കി. ആദ്യം അള്ളാഹ് പറയണത് എന്താ? ഇതാ എന്തേ സഹോദരന്മാരെ, ഇൻ എന്ന് പറഞ്ഞാൽ പോരേനെ അവിടെ ഇതാ എന്തിനാ പറഞ്ഞത്? നിങ്ങൾ സൂറത്ത് തക്വീർ വായിച്ചു നോക്കും. ആ സൂറത്ത് തക്വീറിലെ ആദ്യത്തെ 12 ആയത്തുകൾ തുടങ്ങണ എന്താ? ഇദശംസു കുവ്വിറത് എന്ന് തുടങ്ങിയിട്ടാ. ഇതാ 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 ഇതാ. എന്തിനാ ഇത പറഞ്ഞത്? ഇൻ പറഞ്ഞാ പോരെന്നോ അല്ലേ? വിശുദ്ധ ഖുർആനിലില്ലേ? വഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, സൂറത്തുൽ ഹുജറാത്തിലില്ലേ? ഒരു അധർമ്മകാരിയായ മനുഷ്യൻ എന്തെങ്കിലും കള്ളവാർത്തയുമായി വരുമ്പോൾ, അധർമ്മവുമായി വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ നിജസ്ഥിതി ശരിക്കും മനസ്സിലാക്കണം എന്ന് പറയുന്നിടത്ത് അള്ളാഹ് ഉപയോഗിച്ചത് എന്താ ഖുർആനിൽ? ഇൻ. പക്ഷേ അതേ അർത്ഥമല്ലേ ഇതാ ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ ഇതാ ഉപയോഗിച്ചത്? അവിടെയാണ് അതിൻ്റെ ഭാഷ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻ ഉപയോഗിച്ചാൽ ശേഷം പറയാൻ പോകുന്ന കാര്യം ഉണ്ടായേക്കാം, ഉണ്ടാകാതിരിക്കാം. ഇൻ ഉപയോഗിക്കുമ്പോൾ ഉണ്ടായേക്കാം, ഉണ്ടാവാതിരിക്കാനും. ഇൻ ജാഅകും ഫാസിഖുൻ, വല്ല തമ്മാടിയുമായ അധർമ്മകാരിയായ മനുഷ്യൻ എന്തെങ്കിലും വാർത്തയുമായി വരുമ്പോൾ ഓൻ വന്നേക്കാം, വരാതിരിക്കാം. അവിടെയാണ് ഇന്ന് ഉപയോഗിക്കുക. എന്നാൽ ഇതയോ, ഇത ഉപയോഗിക്കുന്നിടത്ത് അള്ളാഹ് പറയുന്ന ആ കാര്യം 100% സംഭവിക്കുക തന്നെ ചെയ്യും. 100% യാതൊരു സംശയവുമില്ല. അവിടെയാണ് ഇത ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾ ഖുർആനിൽ ആ ചെറിയ സൂറത്ത് ഇങ്ങനെ ഓതുമ്പോൾ ഏതൊക്കെ? വഇദശംസു കുവ്വിറത് അല്ലേ? അതിലെ 12 ആയത്തുകൾ
അതേപോലെ വഇദൽ അർളു മുദ്ദത്ത് വഇദസ് സമാഉ ഇൻശഖത്ത്. അലിശുക്കുങ്ങൾ ആകാശം പൊട്ടി വിളരുമ്പോൾ, അപ്പൊ ആകാശം അതിന്റെ അർത്ഥം എന്താ? ആകാശം പൊട്ടി വിളരുക എന്നുള്ളത് ഇപ്പൊ കാണുന്ന ഇതൊന്നും ഉണ്ടാവില്ല, അതൊക്കെ തകർന്ന് തരിപ്പണമാകും. 100%, 200% ഉറപ്പാണ്, യാതൊരു സംശയം. അവിടെയാണ് ഇതാ അല്ലേ, വഅദിനത്തിൽ റബ്ബിഹാ വഹഖത്ത്. ആ ആകാശം തന്റെ രക്ഷിതാവിന് കീഴ്പ്പെടുമ്പോൾ, അതിന് മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോൾ, കാരണം എന്താ? അങ്ങനെ സുജൂദ് ചെയ്യാൻ, അതിനെ കീഴ്പ്പെടാൻ കടപ്പെട്ടതാണ് ആ ആകാശം, ആ ഭൂമി അല്ലേ. വഇദൽ അർളു മുദ്ദത്ത്. അടുത്ത അല്ലാഹു തആല പറയുന്നത് ഭൂമി പരത്തപ്പെടുമ്പോൾ. ശരിക്കും നമ്മളിങ്ങനെ അടിച്ചു വരുത്തല്ലത്, അതിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ ഒരു ഗോളാകൃതിയിലുള്ള ബലൂൺ എടുക്കാം, ആ ബലൂണിൽ കാറ്റടിച്ചിട്ടാണ് പിന്നെ അടിച്ചാൽ എന്താ ഉണ്ടാവുക? അങ്ങനെ ബലൂൺ ഇങ്ങനെ നീട്ടിയാൽ അങ്ങനെ നീളും, അല്ലെങ്കിൽ റബ്ബർ എടുത്ത് ഇങ്ങനെ നീട്ടിയാൽ നീളും. അമിതമായി നീട്ടിയാൽ എന്താ ഉണ്ടാവുക? അത് പൊട്ടും അല്ലേ. വഇദൽ അർളു മുദ്ദത്ത്. ഈ ഭൂമിക്കകത്ത് എന്തൊക്കെയോ ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിറച്ചു വെച്ചിട്ടുള്ളത് അല്ലേ. അതിശക്തമായ ചൂട്, ഉരുകുന്ന പാറകൾ, ഇങ്ങനെയുള്ള ഒരുപാട് പിന്നെ വസ്തുക്കളാണ്, രാസവസ്തുക്കളൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്. ആലോചിച്ചു, നമ്മൾ ഈ പുറത്ത് കാണുന്ന പോലെയല്ല, അതൊക്കെ പുറത്തേക്ക് ഇങ്ങോട്ട് വരിക എന്നാണ് മുദ്ദത്ത് എന്ന് പറയുക അല്ലേ. ബലൂണാൻ പൊട്ടിയ അതിൻ്റെ കാറ്റാട് പോയാൽ അവിടെ ചപ്പും അല്ലേ. ആലോചിച്ച് നോക്കി നിങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ ആ പ്രയോഗം. എന്നിട്ടോ ആ ഭൂമി അതിൻ്റെ അകത്തുള്ളതൊക്കെ പുറത്തേക്ക് വലിച്ചിടും അല്ലേ. ബലൂൺ പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ ആ കാറ്റട് പോയാൽ എന്താ ഉണ്ടാവുക? ആകെ ചപ്പൂലെ സഹോദരന്മാർ, ആ ഭൂഗോളം ഉണ്ടാവുമോ? ഇല്ല. അതൊക്കെ അത് കാലിയാകും. എന്നിട്ടോ ഭൂമി അതിനെ ഏൽപ്പിച്ച പണികൾ ചെയ്യും. വഅദിനത്തിൽ റബ്ബിഹാ വഹഖത്ത്. അതതിൻ്റെ രക്ഷിതാവിൻ്റെ മുമ്പിൽ, രക്ഷിതാവിൻ്റെ സമ്മതപ്രകാരം അതിന് കീഴ്പ്പെടും അല്ലേ. വഹഖത്ത്. അങ്ങനെ കീഴ്പ്പെടാൻ, അങ്ങനെ സുജൂദ് ചെയ്യാൻ, വണങ്ങാൻ കൽപ്പിക്കപ്പെട്ടവനാണ്, അതിന് വിധേയമുള്ളവനാണ് ആര്? ഭൂമി എന്ന് പറയുന്നത്. ആലോചിക്കുന്നു സഹോദരന്മാർ. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ഈ പിന്നെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുന്ന ഓരോ ആയത്തുകൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ മഹാ അത്ഭുതങ്ങളുടെ കലവറയാണ് ഒരു ആയത്തിൽ തന്നെ. ആ ആയത്തിൻ്റെ ആ പാർശ്വഭാഗങ്ങളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോക്ക്, നിങ്ങൾ ആലോചിക്കൂ. വശംസി വളുഹാഹ എന്ന് പറയുന്ന ആ സൂറത്ത് ഷംസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 11 കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് അവിടെ സത്യം ചെയ്യുന്നത്. വശംസി വളുഹ, സൂര്യൻ, അതിൻ്റെ പ്രകാശം. വൽ ഖമരി ഇദാ തലാഹ, പറഞ്ഞാൽ തീരുവോ സഹോദരന്മാരെ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അല്ലേ. എത്രയോ 100 ചില്ലാനം, കൃത്യമായ കണക്കെനിക്കറിയില്ല, അത്രയും ഭൂഗോളം പിന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് അതിൻ്റെ ആ സൂര്യൻ്റെ ഒരു ഭാഗം തന്നെ. അപ്പം അതിൻ്റെ വലിപ്പത്ര സഹോദരന്മാർ. ഇനി അത് സംവിധാനത്തെ പറ്റി നോക്കുങ്ങൾ. ആ സൂര്യനെങ്ങാനും ഇതിങ്ങനെ കറങ്ങാണല്ലോ, ഒരു കറക്കത്തിൽ ഒരു ചെറിയ മില്ലിമീറ്റർ അതെങ്ങാനും വഴി തെറ്റിയാൽ എന്താ അവിടെ സംഭവിക്കുക? ആകെ തരിപ്പണമാവും അല്ലേ. അങ്ങനെ തരിപ്പണമാവാതെ ആ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഭാരമുള്ളതാണല്ലോ ഏറ്റവും ഗുരുത്വാകർഷണം ഉണ്ടാവുക. ഏറ്റവും ആകർഷണം ഉണ്ടാവുക ഭാരമുള്ള സംഗതിയാണ്, ഭാരമില്ലാത്തതിനെ പിടിച്ചു വലിക്കുക. യഥാർത്ഥത്തിൽ ഭൂമിയുടെ എത്രയോ മടങ്ങാണ് ഈ സൂര്യൻ, ആ സൗരയുധത്തിൽ സൂര്യൻ എന്ന് പറയുന്നത്. പക്ഷേ ഭൂമിയെ അത് പിടിച്ചു വലിക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ പിടിച്ചു വലിച്ചിട്ടും അത് അതിൻ്റെ സ്ഥാനത്ത് ഇങ്ങനെ ഓടുന്നത്, കറങ്ങണത്? മഹാത്ഭുതമല്ലേ. അമ്മൻ ജഅലൽ അർള ഖറാറ. ആലോചിക്കുങ്ങൾ, എത്ര സ്വസ്ഥമായിട്ടാണ് നമുക്ക് ജീവിക്കാൻ പറ്റിയ രൂപത്തിലാണ് ഈ ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വന്നിട്ടുള്ളത് അല്ലേ. രാവും പകലും മാറി വരുന്നത് എങ്ങനെ? രാവും പകലും. സൂര്യൻ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുമ്പോൾ രാവും പകലും ഉണ്ടാകുന്നു. മഹാത്ഭുതമല്ലേ സഹോദരന്മാർ. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, കാലം മുഴുവൻ നിങ്ങൾക്ക് പകലായിരുന്നാൽ ആരാണ് നിങ്ങൾക്ക് ആ വിശ്രമിക്കാനുള്ള ഇരുട്ട് രാത്രി കൊണ്ടുവരാൻ? കാലം മുഴുവൻ നിങ്ങൾക്ക് രാത്രിയായിരുന്നാൽ ആരാണ് നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവരാനുള്ളത്? വിശുദ്ധ ഖുർആനിൻ്റെ ചിന്തിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് അതൊക്കെ അല്ലേ. അപ്പോൾ അള്ളാഹു ചെയ്തു തന്ന ഈ പ്രകൃതിയിലെ ദൃഷ്ടാന്തങ്ങളാണ് രാവും പകലും സൂര്യനും ഭൂമിയും അതിലടങ്ങിയ എല്ലാ ചരാചരങ്ങളും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അല്ലേ. അപ്പോൾ അതിലൂടെയൊക്കെ ചിന്തിക്കുമ്പോൾ
റബ്ബിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റും. ശരിയായി റബ്ബിനെ പറ്റി മനസ്സിലാക്കുന്ന ഒരാൾക്ക്. അതുകൊണ്ടാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയാം, ആളുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇബാദത്തു തഫക്കുർ എന്ന് പറയും. ചിന്ത. ഒരു കാര്യത്തെ കാണുമ്പോൾ, ഞാൻ ആദ്യം ഒരു കഥ പറഞ്ഞല്ലോ, ഈ അറാബിയുടെ കഥ. ആ ഒട്ടകത്തിൻ്റെ കാഷ്ടം കണ്ടപ്പോൾ ഒട്ടകമുണ്ടെന്നും എന്ന് പറഞ്ഞ ആ ചിന്ത പോലും നമുക്കിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് സഹോദരന്മാർ. ആലോചിക്കേണ്ടത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ഒരു മനുഷ്യൻ കയറി വന്നിട്ട് ചോദിക്കാണ്, അല്ല അള്ളാഹ് ഉണ്ടോ? എന്താ തെളിവ് അള്ളാഹ് ഉണ്ടെന്ന്? അള്ളാഹ് ഉണ്ടോ എന്നുള്ളതിന് എന്താ തെളിവ് ചോദിച്ചു. അതേ ഉണ്ട്. എൻ്റെ മുന്നിലുള്ള ഈ എന്താണ് വറക്കത്ത് തൂത്ത്, എന്താ തൂത്ത് എന്നുള്ളതിന് മലയാളം? വറക്കത്ത് തൂത്ത്, മൾബറി അല്ലേ? എൻ്റെ മുന്നിലുള്ള ആ മൾബറിയില തെളിവാണ്. എൻ്റെ മുന്നിൽ കാണുന്ന മൾബറിയില. എന്നിട്ട് എടുത്ത് ഇമാം ഷാഫി ചോദിക്കാം, ഈ മൾബറിയില ആട് തിന്നാൽ എന്താ ഉണ്ടാവുക? നമുക്ക് ആടെന്താ തരുന്നത്? പാല് തരും. ഈ മൾബറിയില ഒട്ടകം നിന്നാൽ ഒട്ടകപ്പാൽ അല്ലേ? ഈ മൾബറിയില മറ്റ് കൃഷിയുടെ അതിന് വളമായി ഉപയോഗിച്ചാൽ അതിന് കിട്ടുന്ന നമുക്ക് തേങ്ങ, അത്തരം ഫലങ്ങളാണ്. മാവാണെങ്കിൽ മാങ്ങയാണ് അല്ലേ? ഈ മൾബറിയിൽ തന്നെയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്, മനുഷ്യനും ചെല്ലും ഉപയോഗിക്കുന്നത്. പക്ഷേ എല്ലാവരും നമുക്ക് തരുന്ന പാല അല്ല, വ്യത്യസ്തങ്ങളാണ്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഉണ്ട് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവ് അല്ലേ? ഈ പ്രപഞ്ചത്തിലെ വ്യത്യസ്തങ്ങളായ വസ്തുക്കൾ, എത്ര നിറത്തിലുള്ളവർ, എത്ര രൂപത്തിലുള്ളവർ, വലിപ്പവും ചെറുപ്പവും, ഇങ്ങനെ ഒരേത് അല്ലേ? നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന വളമൊക്കെ ഒന്നാണ്, പക്ഷേ നമുക്ക് തരുന്ന വിളകളോ ധാരാളം വ്യത്യസ്തമായ വൈവിധ്യങ്ങൾ നിറഞ്ഞ രൂപത്തിലുള്ളത്. ആരാണ് മക്കളെ ഇതിൻ്റെ പിന്നിൽ? ഇതാണ് ഇമാം ഷാഫിയുടെ ചോദ്യം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. എന്നിട്ട് ഇമാം ഷാഫി അവസാനമായി പറയുന്നുണ്ട്, മനുഷ്യ നീ എവിടുന്നാ വന്നത്? ഇതിൻ്റെ മുമ്പ് ആരായിരുന്നു? ഇത് അള്ളണ്ടോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് നീ എവിടുന്നാ വന്നത് അല്ലേ? അല്ലെങ്കിൽ ഇനി ഇതെത്ര കാലം ഇവിടെ നിൽക്കും? എവിടെ എൻ്റെ എക്സിറ്റ്? എവിടേക്കാജ് പോണത്? ഇതിനെപ്പറ്റി ചിന്തിച്ചാൽ തന്നെ ശരിക്കും റബ്ബിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സഹോദരന്മാർ, പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിനെ പറ്റി ശരിക്കും യക്കീനായ ആ വിശ്വാസം ഊട്ടിയുറപ്പിക്കാനാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ. അതുകൊണ്ടാണ് ഓരോ സൂറത്ത് ഇങ്ങനെ മാറി വരുമ്പോഴും ഈ സൂര്യനും ആകാശം, സൂര്യനും ഭൂമിയും ഇങ്ങനെ ആവർത്തിച്ച് അള്ളാഹു പറയുന്നതിലുള്ള ആ രഹസ്യം അതാണ് എന്ന് നാം മനസ്സിലാക്കുക. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലേ എത്രയോ ദൃഷ്ടാന്തം ഉണ്ടാവും. ആകാശഭൂമികളിൽ എത്ര ദൃഷ്ടാന്തങ്ങൾ. യമുറൂന അലൈഹ, ആ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിൽ അരികിലൂടെ അവരിങ്ങനെ നടന്നു പോകുന്നു. വഹും അൻഹാ മുഅ്രിദൂൻ, ആ ദൃഷ്ടാന്തത്തെ പറ്റി അവർ ചിന്തിക്കുന്നില്ല, അതിനെപ്പറ്റി അവർ തല കൊടുക്കുന്നില്ല അല്ലേ? അവർ അവഗണിക്കുകയാണ്, അവർക്ക് നവർമൈൻഡാണ്. ആളുകൾ മുഴുവൻ സമ്പത്തിൻ്റെ പിന്നാലെ നട്ടോട്ടോടുകയാണ്. അതുകൊണ്ട് ടൈമില്ല ചിന്തിക്കാൻ അല്ലേ? എന്നിട്ട് അള്ളാഹ് ആയത്ത് അവസാനിക്കണം നോക്കി നിങ്ങൾ, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ആ ജനങ്ങളിൽ അധിക ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് ശിർക്ക് ചേർത്ത നിലയിലാണ്. ശിർക്ക് ചെയ്ത്. അപ്പോൾ സഹോദരന്മാരെ, എന്തിനാണ് ഈ ആയത്തുകളൊക്കെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വിവരിക്കണമെന്ന് ചോദിച്ചാൽ, യഥാർത്ഥ മുവഹിദായി ഈ ഭൂമിയിൽ ജീവിച്ച് കരകളഞ്ഞ വിശ്വാസത്തോടു കൂടി നാളെ മരിച്ചു പോവാനും അങ്ങനെ പരലോകത്ത് ആ ശാശ്വതമായ ജീവിതം കൈവരിക്കാനുമാണ്, ആ സ്വർഗം കൈവരിക്കാനുമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെപ്പറ്റി നമ്മോട് പഠിക്കാൻ വേണ്ടി. അത്തരം മുത്തക്കിയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നിരന്തരം വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുന്ന ആ മുത്തക്കികളുടെ കൂട്ടത്തിൽ, വിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ സ്വർഗം ഭരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു